അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ കേട്ടപ്പോൾ ഒരു ഭയങ്കര സങ്കടം. അപ്പോൾ അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. കണ്ട പോലെ തന്നെ എന്തപ്പോൾ ഇവള് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടിക്കണമെന്ന് വിചാരിക്കും നിങ്ങൾ. വേറെ ഒന്നും അല്ല കേട്ടോ. കേട്ടപ്പോൾ ഭയങ്കര നമ്മളങ്ങനെ ഒരു കുട്ടീനെ വളർത്തുന്നത് ആയതുകൊണ്ടാവാം എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ പൊതുവേ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ നിങ്ങൾ പാപ്പിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും ഉണ്ടാകും, അവളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും അറിയാത്തവരും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത് എൻ്റെ ഫാത്തിമാൻ്റെയൊക്കെ ഒരു പ്രായമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ എന്നാലും ഫാത്തിമാനെ പോലെ അല്ല. ഫാത്തിമ പിന്നെ നടക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇതിലും പരമമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഞാൻ അധികം ഒന്നും അവളുടെ വീഡിയോയിലേക്കൊന്നും അധികം ഇങ്ങനെ കൊണ്ടുവരാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. കാരണം എന്താ, അതല്ലേ അവസ്ഥ. അപ്പോളേ ആ കുട്ടീനെ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എന്തായാലും അവളിപ്പോൾ ഒത്തിരിച്ച കൊഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ 1, 2 ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഫാത്തിമ കുട്ടി ഒന്നും പറയില്ല. അവൾ ഇപ്പോൾ ആദ്യത്തേനെക്കാട്ടും ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അമ്മ എന്നൊന്നും വിളിക്കൂല. എപ്പോഴെങ്കിലും കൂടുമ്പോൾ എന്തൊക്കെയാണ് അവളിങ്ങനെ അവളുടെ രീതിക്ക് ഇങ്ങനെ പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളത് എത്ര പേർക്ക് എനിക്ക് അറിയുന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊരു ഇങ്ങനെ ഓട്ടിസമൊക്കെ ഉള്ളൊരു മോളുണ്ട്. അപ്പോൾ അത് അറിയുന്നവർക്ക് അറിയൂട്ടോ, അല്ലാത്തവർക്ക് അറിയില്ല. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അധികം എന്തിനാണ് അവളങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് വിഷമം കൊണ്ടൊക്കെ ഞാൻ അവളൊന്നും അധികം വീഡിയോയിൽ കൊണ്ടുവരലില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണം അവളെ പോലത്തെ ഒരു പെൺകുട്ടി, ഞാൻ ആ കുട്ടീനെ എന്താ പറയണത് അത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇതാണ് ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. അതിലൊരു കമൻറ്റിൽ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞ് എന്താണ് ഈ ശവത്തിന് അങ്ങനെ തന്നെ വേണം, ഇനി കുറച്ച് കഴിയുമ്പോൾ ശവം മരിക്കും, എന്തൊക്കെ ഒന്നാ പറയുന്നത്. ആ മാതാപിതാക്കൾക്ക് കേൾക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും. നമുക്കേ എത്ര വിഷമം എന്ന് പറയുമ്പോൾ അതിനെ പെറ്റ് വളർത്തുന്ന അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. അതേ ഈ പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ വേദന അറിയാത്തത് കൊണ്ടാണ്. നമ്മളായിരിക്കണം ആ സ്ഥാനത്ത്. ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് അവരിനെ പോലുള്ളൊരു കുട്ടി നമുക്കുള്ളത് കൊണ്ട് ആ വേദന നന്നായിട്ട് അറിയാൻ പറ്റും. അവർക്ക് ലോകം എന്താണെന്ന് അറിയില്ല. നമ്മളാണ് അവൻ്റെ എല്ലാം ലോകം. ഇടയിലൊരു വണ്ടി വന്നിട്ട് അതാണ് വണ്ടിയുടെ സൗണ്ട്. നമ്മളാണ് അവൻ്റെ ലോകം. നമ്മൾ എവിടെ കൊണ്ടുപോകണം, എന്താ കൊടുക്കണം, അതൊക്കെയാണ് അവൻ്റെ ലോകം. ഇനി അവൻ്റേതായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ചികിത്സയും മരുന്നും ഒക്കെ അവർക്ക് പിടിച്ച് അവൻ്റേതായിട്ടുള്ളൊരിത് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? നമ്മുടെ അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. എന്നാലും എന്തിനീ കുത്തി നോവിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള മക്കളെ വളർത്തുന്നവരിനോട് ചോദിക്കണം അവൻ്റെ അതാവും ഇടങ്ങറും എന്താണ് എന്നുള്ളത്. ഇതറിയാത്തവരാണ് ഈ പലതും പറയുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ബാഡ് കമൻറ്റ് ഇടുന്നവർ മനസ്സിന് നിങ്ങളെന്തോ പറഞ്ഞോളൂ. ആ കുട്ടിനെ ഒന്നും പറയാൻ, കാരണം ആ കുട്ടി ജീവിതം എന്താ പറയുക, ലോകത്തിനെക്കുറിച്ചൊന്നും അറിയില്ല ആ കുട്ടിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എൻ്റെ ഫാത്തിമക്കുട്ടി പോണ സ്കൂളിൽ തന്നെ ഓരോ കുട്ടികളെല്ലാം കാണുമ്പോൾ നമുക്ക് സങ്കടം വരിക കേട്ടോ. അപ്പോൾ അവരെ നോക്കണ കുഞ്ഞു പോലെയല്ലേ നമ്മൾ നോക്കണത് അല്ലേ? അവർക്കൊരു എന്ന് പറയുമ്പോൾ നമ്മളല്ലെങ്കിലും മറ്റുള്ളവർ അവരെ ദ്രോഹിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ? അതേപോലെ തന്നെയാണ് അവർ വേഗം ഒന്ന് വർത്താനം പറഞ്ഞു കിട്ടാനും ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഒരു ഇതായി മാറരുത് എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ആ കമൻറ്റും കണ്ടപ്പോൾ വിഷമമായിട്ട്. അപ്പോൾ അവർ കേസൊക്കെ മുന്നേ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് കൊടുത്തിട്ട് എന്താ പറയണതിൻ്റെ തൊള്ളക്ക് വേലി കെട്ടാൻ പറ്റില്ലല്ലോ. ആ കുട്ടീനെ വെച്ച് പൈസ ഉണ്ടാക്കണം, ചാനൽ എന്തൊക്കെ ഒന്നാ പറയണം. എല്ലാവരും ഇപ്പോൾ ജീവിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് പൈസ വേണം. അത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരെ ആ കുട്ടിക്ക് മരുന്ന് വാങ്ങാനോ എന്തിനെങ്കിലും നമുക്ക് കൊടുക്കണുണ്ടോ? ഈ പറയുന്നവൻ്റെ എന്താ പറയുക, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ 2-3 വീഡിയോ ഞാൻ ഇട്ട് ബാഡ് കമൻറ്റ് ഇടുന്നു. നമ്മളെന്ത് പറഞ്ഞ് തൊലഞ്ഞു പോട്ടെ. ഈ മക്കളെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം
സങ്കടം സഹിക്കാനാവൂല. അപ്പം എന്തായാലും അതെ ആരാണ് പറഞ്ഞ ആൾ അവൻ്റെ കരിങ്കല്ലായിരിക്കും മനസ്സ്. അവനൊക്കെ ജീവനോടെ എത്ര കാലം ഇനി ഇങ്ങനെ പോവും? ഇവർക്കൊക്കെ എന്തായിരിക്കും ശിക്ഷ? എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും ദേഷ്യം വരിക. കേൾക്കുമ്പോൾ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിനുള്ള പറയണവർക്ക് അതിൻ്റെ പ്രതിഫലം അല്ല ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കൊടുക്കും. ഇങ്ങനെയുള്ള മക്കളിനൊക്കെ കുറ്റം പറഞ്ഞുണ്ടല്ലോ, എനിക്കത് കമൻറ്റ് വായിച്ച് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ടാ. എന്താ പറയുന്നത് നോക്ക്, ശവം ഇനി കൂടുതലൊന്നും ഇരിക്കൂല, മരിച്ചു പോവും. അത് കേട്ടപ്പോൾ സന്തോഷമായി. എന്താ അത് പറയണ ഒരു വർത്താനമാണ്. അപ്പം അവനെ കൈ കിട്ടുകയാണെങ്കിൽ അവൻ്റെ കൊഞ്ഞി തിരിച്ചിട്ടുണ്ടാവും. അത്രക്ക് ദേഷ്യം വരിക കേട്ടോ. എന്തായാലും അവർ ഇത് ഇങ്ങനെ വിടാൻ പാടില്ല, തെരഞ്ഞു പിടിച്ച് ഒരു കേസ് കൊടുക്കുക തന്നെ വേണം. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. എന്തായാലും ഒരു കുട്ടീൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എത്ര വേദന ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എൻ്റെ വിഷമം കണ്ടപ്പോൾ ഒന്നിങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് വീഡിയോ ആയിട്ട്. അപ്പോൾ എന്തായാലും ആ പറഞ്ഞ വ്യക്തിക്ക് ശിക്ഷ ഇതിലും വലിയ ശിക്ഷയായിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ജനിച്ചാൽ എന്തായാലും ഒരു നാൾ മരിക്കും. ഒരാൾ പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ആൾ മരിക്കുകയൊന്നുമില്ല. എന്തായാലും കേൾക്കുമ്പോൾ നമുക്കൊരു വേദന. എന്തായാലും ആ പറഞ്ഞ ദുഷ്ടനിക്ക് നല്ല ശിക്ഷ തന്നെ പടച്ചോൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒഴിവിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫാത്തിമാനെ പോലുള്ള കുട്ടികളുടെ വീഡിയോസൊക്കെ അധികം ഞാൻ കാണലുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നമുക്കും അങ്ങനെ ഒരു മോളുള്ളതല്ലേ. നമുക്ക് കണ്ടിട്ടെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൂടുതലായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് ആരെങ്കിലും വിഷമം കെട്ട വേഗം സങ്കടം വരും, അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. പിന്നെ അതല്ല, നമ്മുടെ നാളെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നാളെ സോലോമിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഓണപ്പരിപാടിയാണ് നമ്മുടെ ഫാത്തിമക്കുട്ടീൻ്റെ തന്നെ. അങ്ങനെ വയ്യാത്ത കുട്ടികളുടെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ പങ്കെടുത്തിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാത്തിമാനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം അവളൊന്നും ചെയ്യണമൊന്നുമില്ല. അവളുടേതായിട്ടുള്ള കഴിവൊക്കെ ഇനി കണ്ടുപിടിക്കണം. അവൾ കുറച്ചും കൂടി ആയാലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നാളെ ആ പരിപാടിക്കൊക്കെ പോകണം.